പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കുമ്പള ടോൾ ഗേറ്റിൽ സംഘർഷം. ടോൾ ബൂത്തിലെ ക്യാമറകളും കൗണ്ടറുകളും സമരക്കാർ അടിച്ചു തകർത്തു. സാരംഗ് സുരേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ജനകീയ സമരമായിരുന്നു, എങ്ങനെയാണ് അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്? ആര്യ, ഇത് ആദ്യഘട്ടത്തിൽ തന്നെ NHAയും ഈ നാട്ടിലെ ജനങ്ങളും തമ്മിൽ രണ്ട് തട്ടായി നിന്ന് വലിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആദ്യ നിയമ പോരാട്ടമായിരുന്നു, പിന്നീട് അത് ജനകീയ സമരമായി മാറി. എന്നിട്ടും കോടതിയിൽ പരിഗണനയിലിരിക്കുന്നു എന്നുള്ള ആ ഒരു മാനദണ്ഡം പോലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും പരിഗണിക്കാതെയാണ് NHAയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു രീതിയിലുണ്ടായ നീക്കമുണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് സമരം വരുന്നു. പിന്നീട് അനിശ്ചിതകാല സത്യാഗ്രഹം MLA അടക്കമുള്ളവർ ആരംഭിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്രത്തോളം വലിയ ഒരു പ്രതിഷേധ പരിപാടി ഇവിടെ നടന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പന്തം കൊളുത്തി പ്രകടനമായാണ് ഈ പ്രദേശത്തെ യുവാക്കൾ വ്യാപകമായി മേഖലയിലേക്ക് എത്തിയത്. മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് തടിച്ചുകൂടി എത്തിയിരിക്കുന്നു. നമ്മൾക്ക് ഈ വലിയ ജനക്കൂട്ടം ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് സംഘങ്ങൾ കൂട്ടമായി എത്തിയ ആളുകളോടൊക്കെ തന്നെ മാറിപ്പോകാൻ പറയുന്നുണ്ടെങ്കിലും യുവാക്കൾ ഇവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പൊട്ടിയ ചില്ലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ഏറെ ദിവസമായി അകത്ത് സൂക്ഷിച്ചു വെച്ച പ്രതിഷേധം ഇപ്പോൾ അണപൊട്ടി ഒഴുകിയതിൻ്റെ നേർസാക്ഷ്യമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപെയാണ് കാസർഗോഡ് കളക്ടറേറ്റിൽ വെച്ച് ഈ രീതിയിൽ NHAയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തുകൊണ്ടുള്ള, ജില്ലയിലെ മുഴുവൻ MLAമാർ പങ്കെടുത്തുകൊണ്ടുള്ള ഉന്നതതല യോഗം ചേർന്നത്. എന്നാൽ അതിൽ പോലും യാതൊരു തരത്തിലുള്ള സമവായവുമായില്ല. ഇനി ചീഫ് സെക്രട്ടറി നേരിട്ട് ഇടപെടണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. എന്തായാലും MLA അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ സമരസമിതിയുടെ അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ MLAയുടെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ തോതിൽ യുവാക്കൾ ഇവിടെ കൂടുന്നു. വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള യുവാക്കളുണ്ട്, വിവിധ ക്ലബ്ബുകളുടെ ഭാഗമായിട്ടുണ്ട്, നിഷ്പക്ഷരായിട്ടുള്ള യുവാക്കളുണ്ട്. ആ രീതിയിൽ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുദ്രാവാക്യം വെടികളുമായി അവരുടെ പ്രതിഷേധം മുഴുവൻ ഇപ്പോൾ MLA നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. MLA, പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണല്ലേ? പ്രതിഷേധം അണപൊട്ടിയിലൊന്നും ഒഴുകിയിട്ടില്ല. വളരെ ശാന്തമായി നമ്മൾ സമരമുഖത്ത് ഇപ്പോഴും നിൽക്കുകയാണ്. ആർക്കെങ്കിലും MLA നടത്തുന്ന ഈ സമരം തകർത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോളിനെ നിലനിർത്തണം എന്ന ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംഘർഷത്തിലേക്ക് നീങ്ങൂ. കൃത്യമായ ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് ഓരോ വിഷയങ്ങൾ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നത്. അതിനിടയിൽ ഈ ടോളിൻ്റെ മുമ്പിൽ കഴിഞ്ഞ 2 ദിവസമായി സമരം നയിക്കുന്ന ഒരു MLA ആണ് ഞാൻ. ഒരു സംഘർഷത്തിൻ്റെ ആവശ്യവുമില്ല. കാരണം അതിശക്തമായ സമരങ്ങൾ കൃത്യമായി ഡിസൈൻ ചെയ്ത് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നെ അതിനിടയിലൊരു സംഘർഷത്തിൻ്റെ ആവശ്യമില്ല. ശാന്തമാണ്. എല്ലാവരും സ്വയം കൺട്രോൾ ചെയ്ത് നമ്മളിപ്പോൾ പിരിയുന്നുണ്ട്. സമരം കണ്ടിന്യൂ തുടരുന്നുണ്ട്. സമരസമിതി അക്രമം നടത്തിയവർക്കൊപ്പമല്ല അല്ലേ? ഒരിക്കലും അങ്ങനെ ഒരു അക്രമം നടത്തിയിട്ടില്ല. ഞങ്ങൾ സമരക്കാർ വളരെ ശാന്തമായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും MLA അടക്കം പറഞ്ഞു വെക്കുന്നത് ഈ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളെ സമരസമിതി പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം കൃത്യമായ സമരവുമായി ഇനി മുന്നോട്ടേക്കുള്ള സമരവുമായി തന്നെയാണ് മുന്നോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് തന്നെയാണ് MLA അടക്കമുള്ള പ്രധാന നേതാക്കളൊക്കെ തന്നെ, ജനപ്രതിനിധികളൊക്കെ തന്നെ ആ രീതിയിൽ തന്നെയാണ് നിർദ്ദേശം കൊടുക്കുന്നത്. എന്നാൽ വലിയ തോതിൽ യുവാക്കളെ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറെ ദിവസമായി നമ്മൾ ഇതിനു മുൻപൊക്കെ തന്നെ ഇവിടെ വലിയ പ്രതിഷേധ മാർച്ചൊക്കെ തന്നെ കണ്ടതാണ്. അതോടൊപ്പം തന്നെ മണിക്കൂറുകളോളം ദേശീയപാത ഉപരോധിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ കാണാൻ സാധിച്ചതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന പ്രതിഷേധം തന്നെ എന്തായാലും NHAയ്ക്കെതിരെ വലിയ തോതിൽ ജനരോഷം ഉണ്ടാകുന്ന കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധമുണ്ടാകുന്നു. യുവാക്കളെ നിയന്ത്രിച്ച് നിർത്താൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഇവിടുത്തെ ക്രമസമാധാന നില തെറ്റിപ്പോകുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്ക പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സമരസമിതി കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അത്തരത്തിലൊരു ആശങ്ക ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പോലീസ് സന്നാഹത്തെയൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവിടെ ഈ ടോൾ ബൂത്ത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ സുരക്ഷാ ഡ്യൂട്ടിക്കായി വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് ഓരോ ദിവസവും ഇവിടെ കൃത്യമായ രീതിയിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിലേക്കടക്കം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതേ തുടർന്ന് തന്നെ ഇവിടെ നാമമാത്രമായ രീതിയിൽ പോലീസ് സുരക്ഷയുണ്ടായിരുന്നു. കാരണം ആ രീതിയിൽ ഏറെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് സമരസമിതി പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ സമരം നടത്തിയത്. എന്നാൽ ആദ്യം തന്നെ നൈറ്റ് മാർച്ച് എന്നുള്ള രീതിയിലൊക്കെ തന്നെ വിവിധ യുവജന സംഘടനകൾ, അതോടൊപ്പം തന്നെ ക്ലബ്ബുകൾ, പ്രദേശവാസികളൊക്കെ തന്നെ ചേർന്ന് ഐക്യദാർഢ്യ സദസ്സുകളും പ്രകടനങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നിലധികം അല്ലെങ്കിൽ നിരവധിയായ യുവജന സംഘടനകൾ ഒരേ സമയം നടത്തിയ പ്രകടനമാണ് ഈ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ,
ശരി, ഇപ്പോഴും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല, സമരക്കാർ പിരിഞ്ഞു പോയിട്ടില്ല. പക്ഷേ ആ സംഘർഷത്തിൽ നിന്ന് കാര്യങ്ങൾ ഒരു സമാധാനത്തിലേക്ക് എത്തുന്നു. നമ്മളിപ്പോൾ സമരക്കാർ അടിച്ചു തകർത്ത ടോൾ ബൂത്തിന്റെ കമ്പ്യൂട്ടറും കൗണ്ടറുകളും ഒക്കെയാണ് കാണുന്നത്. MLA അവിടെയുണ്ട്, മഞ്ചേശ്വരം MLA അവിടേക്ക് എത്തിയിട്ടുണ്ട്. സമരക്കാരോട് ഈ സമാധാനത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ, കാരണം ഒരു സംഘർഷത്തിന്റെ ആവശ്യമില്ല, ജനകീയ സമരമാണ്, അതിനെ വിജയിപ്പിക്കേണ്ടതുണ്ട്, തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് MLA അടക്കം പറയുന്ന കാര്യം. ഇപ്പോൾ സമാധാനപരമായി അതിലൂടെ ഗതാഗതമൊക്കെ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ ടോൾ ബൂത്ത് നമുക്ക് കാണാം, അവിടെയുള്ള CCTV ക്യാമറകളും അതിന്റെ കൗണ്ടറുകളും ഒക്കെ തല്ലി തകർത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സാരംഗപ്പം, വാഹനങ്ങളൊക്കെ സുഗമമായി പോകുന്നുണ്ട്, പ്രശ്നം പൂർണ്ണമായും അവസാനിച്ചു, നിയന്ത്രണ വിധേയമായി എന്ന് ഈ ഘട്ടത്തിൽ പറയാമോ? എന്തായാലും ഇപ്പോൾ ദേശീയപാതയുടെ രണ്ട് വശങ്ങളിലായിട്ടാണ് പ്രധാനമായും സമരക്കാർ തടിച്ചുകൂടിയിരിക്കുന്നത്. അതിലൊന്ന് സത്യാഗ്രഹ പന്തലിന് മുൻപിൽ തന്നെയാണ്. വലിയൊരു വിഭാഗം യുവാക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് നേരെ വിപരീത ദിശയിലും ഇതുപോലെ തന്നെ യുവാക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ അല്പസമയം മുൻപുണ്ടായിരുന്ന കാഴ്ചകൾക്ക് സമാനമായ കാഴ്ചയല്ല നമ്മൾക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും യുവാക്കളൊക്കെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് വികേന്ദ്രീകൃതമായി മാറുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഇപ്പോൾ സമാധാന അന്തരീക്ഷം ഈ പ്രദേശത്ത് വീണ്ടെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തോതിലൊരു യുവാക്കളെ, കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇവിടെ സമരമുണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ് യുവാക്കളുടെ ഭാഗത്തു നിന്ന് വ്യാപകമായ പ്രതിഷേധം ഉയരുന്നത്. അതൊക്കെ തന്നെ ചിലപ്പോൾ അവിടെ ഇന്ന് നിയന്ത്രണം വിട്ടുപോകുന്ന സ്ഥിതിഗതികൾ വരെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് എന്തായാലും ഇന്നിവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ കൂടുതൽ പോലീസ് സന്നാഹങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ സമരസമിതി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സമരഭടന്മാരോടും സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കണം, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അതോടൊപ്പം തന്നെ താൽക്കാലികമായി ഇന്നത്തെ സമരം അവസാനിപ്പിച്ച് MLA അടക്കം ഇവിടെ നിന്ന് മടങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള സമരം തീർത്തും അനാവശ്യമാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാണ്, അത്രത്തോളം വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ നേരിടുന്നത്. കാരണം കേവലം 22 കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിക്കാനായി ഈ രീതിയിൽ വലിയ തുക ടോൾ നൽകി പോകേണ്ട ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആളുകളൊക്കെ നമ്മളോടൊപ്പം ചെയ്തിട്ടുണ്ട്. ചേട്ടാ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണല്ലേ? സമരം തുടരുമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനവുമായി തന്നെയാണ് നാട്ടുകാരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഷേധം തുടരും, സത്യഗ്രഹ സമരം തുടരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. എന്തായാലും ഇനി നിയമസഭയിൽ പോലും ഈ കുമ്പള ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ജില്ലയിലെ മുഴുവൻ MLA-മാരുടെയും തീരുമാനം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് യോഗം വിളിക്കാനും ധാരണയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.